എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പൂജ പങ്കജിനോടുള്ള ആ ഒരു പ്രണയം തുറന്നു പറയുകയാണ്. ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് രഞ്ജിത തന്നെയാണ് കേട്ടോ. അങ്ങനെ പങ്കജ് നമ്മുടെ പൂജയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. ഈ സമയത്താണെങ്കിലോ പൂജ വീട്ടിലേക്ക് കടന്നു വന്നതും സുമിത്ര എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ പൂജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂജ അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ അവൾ അവിടെ ഇരിക്കുന്ന ആ ഒരു വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അങ്ങനെ സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്തോ കാര്യമായിട്ട് ചിന്തിക്കുവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ, അമ്മ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുക. അല്ല, എങ്ങനെയുണ്ട് നിന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അമ്മയ്ക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതും നമ്മുടെ പൂജയാണെങ്കിലോ അതിലും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കും അമ്മയോട് സംസാരിക്കാനുണ്ട്. അതെ, മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിലോ ഇവൾ എന്ത് തീരുമാനമാണ് എടുത്തതെന്നറിയാതെ ഇവൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെവിയോർത്തിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ പൂജ പറഞ്ഞു, അമ്മ, ഞാൻ രഞ്ജിതാൻ്റിയുടെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വരാനും പങ്കജിൻ്റെ ഭാര്യ ആവാനും ഒക്കെ എനിക്ക് സമ്മതമാണെന്ന് ഞാൻ ഇന്ന് ആൻറ്റിയോട് പറഞ്ഞു. പക്ഷേ അത് എൻ്റെ അമ്മയുടെ ഒരു സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യമാകുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു എന്ന് പറയുക. അപ്പോൾ ഇത് കേട്ടതും സുമിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങ് പിടികിട്ടി. രഞ്ജിത അവൾ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും സുമിത്ര അവളോട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അമ്മയോട് ഒരു വട്ടമെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നു എന്ന്. ഇത് കേട്ടതും പൂജയാണെങ്കിലോ, അമ്മ, ഞാൻ പറയുന്നത് അമ്മ ഒന്ന് കേൾക്ക്. രഞ്ജിത ആൻറ്റി എൻ്റെ ആൻറ്റിയല്ലേ, ആൻറ്റി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പങ്കജിനെയും രഞ്ജിത ആൻറ്റിയും ഒക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ സുമിത്രയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ രഞ്ജിതയെ പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ഇവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നിന്റെ തീരുമാനങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് ചില തീരുമാനങ്ങൾ, അത് ഞാൻ നിന്നോട് പിന്നീട് പറയാമെന്നും പറഞ്ഞ് അവരങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനന്യയും കുഞ്ഞിനെയുമാണ്. അപ്പോൾ അനന്യ സ്വരമോളയും കൂട്ടി സ്കൂളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു സമയത്ത് അവർ വരുന്ന ആ ഒരു വഴിയിൽ പ്രതീക്ഷ വന്ന് നിൽക്കുകയാണ്. പ്രതീക്ഷ കാറ് കൊണ്ടുവന്ന് ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അനന്യക്ക് പേടിയായിട്ടോ, ഇനി കുഞ്ഞിനെ എങ്ങാനും ഇവൻ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടെങ്ങാനും വന്നതാണോ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ അനന്യത പേടിച്ച് ഭയന്നിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് സ്വരമോള് പറഞ്ഞു, അമ്മേ, അത് ചെറിയച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പം, അത് തന്നെയാണ്. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കെന്നും പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ ആണെങ്കിലോ കൊച്ചിനെ കണ്ട പാടെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് സ്വരമോളുടെ അടുത്ത് പോയിട്ട്, മോള് സ്കൂളിൽ പോയിട്ട് വരുവാണോ എന്നുള്ള വിശേഷമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനന്യക്കാണെങ്കിലോ ഇതൊന്നും കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പ്രതീക്ഷനെ നോക്കുമ്പോഴത്തേക്കിനും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രതീക്ഷ തിരിച്ചൊന്ന് നോക്കി. അപ്പോഴാണ് സ്വരമോള് ആ പഴയ ആ ഒരു ദേഷ്യമൊക്കെ മറന്നിട്ട് നമ്മുടെ പ്രതീഷിൻ്റെ അടുത്ത് ഒരു സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. അപ്പം തൻ്റെ അങ്കിള് നല്ലൊരു അങ്കിളാണ് എന്നുള്ള കാര്യം സ്വരമോൾക്ക് എപ്പോഴോ തോന്നി തുടങ്ങി. അങ്ങനെ കൊച്ചു വളരെ കാര്യമായിട്ട് പ്രതീഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പം ആ കുഞ്ഞിനെയും കൂട്ടി അനന്യ സ്പീഡിൽ അങ്ങ് നടന്നു പോവാണ്. അപ്പം പ്രതീഷാണെങ്കിലോ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, തൻ്റെ കുഞ്ഞാണ്, തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനുവേണ്ടി പ്രതീഷ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെതാ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയും രഞ്ജിതയെയും അരവിന്ദനെയും ഒക്കെയാണ്. അപ്പോൾ പൂജ തങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ തങ്ങളുടെ കസ്റ്റഡിയിലായി. ഇനി വേണ്ടത് വിവാഹം നടക്കണമെങ്കിലും അതുപോലെ രോഹിത്തിൻ്റെ സ്വത്തുക്കളൊക്കെ അത് പങ്കജിൻ്റെ പേരിലേക്ക് ആകണമെങ്കിലും സുമിത്രയും കൂടെ മനസ്സ് വെക്കണമല്ലോ. അപ്പം ഈ സ്വത്തുക്കളിലൊന്നും സുമിത്രയോ മകളും ഒക്കെ ഈ സ്വത്തുക്കൾ ഉപയോഗിക്കുന്നതിലോ തങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ, ഇതേ പങ്കജെ, നീ അതൊക്കെ വരുത്തി തീർക്കണം. ഞാനും അതുപോലെ തന്നെ നീയും ഒക്കെ സ്വത്തുക്കളെല്ലാം പൂജയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ സുമിത്രയെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അതാണ് ഇനി ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും നമുക്ക് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത മകനെ ഇങ്ങനെ ചട്ടം കെട്ടി നിർത്തുമ്പോഴത്തേക്കിനും ഭർത്താവും മകനും ആണെങ്കിൽ കോടികളുടെ സ്വത്താണ് വന്നു ചേരാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ ആ ഒരു സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടാനായിട്ട് അവർ സമ്മതിക്കില്ലല്ലോ. അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മമ്മി പറയുന്നത് പോലെ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇനി ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ഇവന്മാരൊക്കെ അത് നേടാനുള്ള ഒരു തത്രപ്പാട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അപ്പൂനെയാണ്. അപ്പുതാ പങ്കജിനെയും പൂജയെയും വഴിയിൽ വെച്ച് കണ്ടു. അപ്പം ഇവരെ തങ്ങളിൽ കണ്ട ആ ഒരു സമയത്ത് നമ്മുടെ അപ്പൂനാണെങ്കിൽ അവൻ്റെ അച്ഛൻ ദീപു പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ഇവൻ്റെ മനസ്സിലുണ്ടല്ലോ. രഞ്ജിതയും അതുപോലെ തന്നെ പങ്കജും ഒക്കെ കൂടെ പൂജയെ ട്രാപ്പിലാക്കുന്നതാണ് എന്നുള്ള കാര്യം. രഞ്ജിത സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് അതിങ്ങനെ അപ്പു ആലോചിക്കുക. അപ്പം പങ്കജാണെങ്കിൽ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ പൂജയുമായിട്ട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപ്പുവിന് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പു ഇതൊക്കെ കണ്ടതും നമ്മുടെ പങ്കജാണെങ്കിൽ എടാ ദേ നീ കണ്ടില്ലേ, നീ വളയ്ക്കാൻ നോക്കിയ പെണ്ണ് അവളിപ്പം എൻ്റെ കസ്റ്റഡിയിലാണ്, അവള് എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മമ്മി ചെയ്തും തുടങ്ങിയെന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് പോയി നമ്മുടെ അപ്പുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം എടാ നീ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും നീയും നിന്റെ മമ്മിയും എന്തിനു വേണ്ടിയാണ് ഈ കളികളൊക്കെ കളിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് അപ്പു നമ്മുടെ പങ്കജിൻ്റെ ഷർട്ടിന് കയറി കുത്തിപ്പിടിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ അപ്പു പെരുമാറുന്ന ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂജ കഥയൊന്നും അറിയാതെ ആട്ടം കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അപ്പുവിനോട് ദേഷ്യപ്പെട്ടിട്ട് പങ്കജിനെ ഇങ്ങ് പിടിച്ചു മാറ്റി. ദേ ഞാനൊരു കാര്യം അപ്പൂട്ടിനോട് പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിൽ കയറി കളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഈ രീതിയിലൊന്നും ആയിരിക്കില്ല പെരുമാറുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ അപ്പൂനെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ പൂജ സംസാരിക്കുമ്പോഴത്തേക്കിനും അപ്പൂന് ശരിക്കും സങ്കടമൊക്കെ ആയി. അങ്ങനെ അപ്പു ഈ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ സുമിത്രയുടെ അടുത്ത് വന്ന് പറയുക, അപ്പച്ചി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, പങ്കജും അവൻ്റെ അമ്മയും ഒക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നതിനനുസരിച്ചാണ് പൂജ ഇപ്പം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പൂജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം സുമിത്രയാണെങ്കിലോ സുമിത്ര പല കാര്യങ്ങളും ഇവരെ കുറിച്ചിട്ടുള്ള പങ്കജിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിതയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അപ്പൂൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത് പുള്ളിക്കാരൻ്റെ സ്വന്തം ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു വാക്കുകൾ ഇതൊക്കെ അപ്പൂനെ എടുത്ത് കാണിക്കുന്ന ആ ഒരു സമയം അപ്പൂന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പം ഇത്രയും സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ അപ്പച്ചി ഈ സത്യങ്ങളൊക്കെ പൂജയോട് പറയാതെ മറച്ചു പിടിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ഈ കാര്യങ്ങൾ അതും അവളുടെ അച്ഛൻ തന്നെ എഴുതിയ ഈ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൂജ ഉറപ്പായിട്ടും രഞ്ജിതയെയും പങ്കജിനെയും ഒക്കെ ഉപേക്ഷിച്ച് സുമിത്ര അപ്പച്ചിയുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ അപ്പു സംസാരിക്കുമ്പം മോനെ അത് ചെയ്യാനുള്ള ആ ഒരു സമയം ആയിട്ടില്ല, അതിനു മുന്നേ എനിക്ക് വേറെയും കുറേ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് എന്നുള്ള രീതിയിൽ സുമിത്ര ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അപ്പു ആണെങ്കിൽ ആൻറ്റി എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തണം, ആ രഞ്ജിതയുടെയും പങ്കജിൻ്റെയും കള്ളക്കളികളൊക്കെ പൊളിച്ചടുക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ സുമിത്രയോട് സംസാരിച്ചു. അങ്ങനെ അവൻ അവിടുന്ന് പോകുന്ന ആ ഒരു സമയത്ത് സുമിത്ര ഗാഢമായിട്ടുള്ള ഒരു ആലോചനയിൽ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ സത്യങ്ങളൊക്കെ അറിയിക്കണം, ഇനിയും വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രോഹിത് ആ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ രഞ്ജിതയുടെ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇത് കളക്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ ആ ഒരു രേഖകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില കളികളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്ന് സുമിത്ര സംസാരിക്കുകയാണ്. അപ്പം അനിരുദ്ധിനോട് സുമിത്ര കമ്പനിയെക്കുറിച്ച് ചോദിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അനിരുദ്ധ് തിരിച്ചു ചോദിച്ചു, അല്ല അമ്മ ഇത് ചോദിക്കുന്നത് രഞ്ജിത ആൻറ്റിയുടെ കമ്പനിയെക്കുറിച്ചാണോ എന്ന് ചോദിച്ചു. ആ അത് തന്നെയാണ് മോനെ, പല കളികളും രഞ്ജിത മുന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അവള് എൻ്റെ മകനെ അവളുടെ പാട്ടിലാക്കി, അതും പോരാഞ്ഞിട്ട് എൻ്റെ പൂജയെ കൂടി അവൾ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിച്ച് ഇപ്പം അവൾ പറയുന്നതിനപ്പുറം ഇല്ല എന്നുള്ള രീതിയിലാണ് പൂജയും മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ മക്കളൊക്കെ തൻ്റെ കൈവിട്ട് പോകും എന്നറിയാവുന്ന സുമിത്രയാണെങ്കിലോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം എനിക്ക് പൂജയോട് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നുള്ള രീതി അനിരുദ്ധിനോട് സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്